ടുഡേ ഈസ് ദ വെരി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് എന്ന് തന്നെ പറയാം കേട്ടോ. ബിക്കോസ് ഇന്നെൻ്റെ ലൈഫിലെ ഫസ്റ്റ് കൊളാബ് ഫോട്ടോഷൂട്ട് ഡേ ആണ്. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇങ്ങോട്ട് ഓഫർ വന്നിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതാണ് ഇതിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കുഞ്ഞാവയുടെ ഫ്രണ്ട് ത്രൂ ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നത്. പുള്ളിക്കാരി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എടുത്തു പറയേണ്ട കാര്യം, ഒരു ബിഗിനർ ആണ് കേട്ടോ. ബിഗിനർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മേക്ക് ഓവർ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സത്യത്തിൽ പറയണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അടിപൊളിയായിട്ടായത് കേട്ടോ. ഞാൻ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫൈനൽ ലുക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അത്രയും സ്കിൽഡ് ആൻഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഇത്ര എലഗൻ്റ് ആയിട്ടൊരു മേക്ക് ഓവർ നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മേഘ എന്നാണ് പുള്ളിക്കാരുടെ പേര് വരുന്നത്. പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, എന്തായാലും നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ മേക്ക് ഓവർ ഒക്കെ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്ലേസിൽ വന്നു കേട്ടോ. ഒരു ഇല്ലം കൈൻഡ് ഓഫ് പ്ലേസ് ആണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു വെഡ്ഡിങ് മേക്ക് ഓവറിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മേക്ക് ഓവറിൽ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ലോങ് ടൈം വിഷായിരുന്നു കേട്ടോ. അത് റിയാലിറ്റിയിലേക്ക് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല, ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസിൻ്റെ ഡിഫിക്കൽട്ടീസ് ഒന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.